ഇനി അടുത്ത നമുക്ക് HTML-നകത്ത് നോക്കേണ്ടത് നമുക്ക് ക്ലാസ് ആട്രിബ്യൂട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ആട്രിബ്യൂട്ടാണ് ക്ലാസ്. നമ്മൾ ക്ലാസ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ആക്ച്വലി നമ്മൾ ക്ലാസ് എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് സ്റ്റൈല്, അതായത് ഒരു എലമെൻറ്റിനെ നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റൈല് അപ്ലൈ ചെയ്യും. അതിന് വേണ്ടിയാണ് നമ്മൾ ക്ലാസ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് div എലമെൻ്റ് ഉണ്ട്. ഓക്കെ, ഈ div എലമെൻറ്റിനെ നമ്മളിവിടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ സിറ്റി എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് നെയിം വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ക്ലാസ്സിനകത്ത് ഒരു സിറ്റി എന്ന് പറഞ്ഞാണ് വാല്യൂ കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിവിടെ സ്റ്റൈൽ ഷീറ്റിനകത്ത് ഈ ക്ലാസ്സിൻ്റെ വാല്യൂ എന്താണോ അതിന് മുന്നേ നമ്മളൊരു ഡോട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ സിറ്റി ആണെങ്കിൽ ഇവിടെ സിറ്റിയാണ് നമ്മൾ ക്ലാസ് നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ് നെയിം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സ്റ്റൈലിനകത്ത് വരുമ്പോൾ സിറ്റിക്ക് മുമ്പേ തന്നെ ഡോട്ട് കൊടുക്കുക. അതായത് ക്ലാസ് നെയിം എന്താണോ കൊടുത്തിരിക്കുന്നത് ആ ക്ലാസ് നെയിമിന് മുന്നേ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് നമ്മളിവിടെ സ്റ്റൈല് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ സിറ്റി ആയതുകൊണ്ട് ക്ലാസ് നെയിം സിറ്റി ആയതുകൊണ്ട് നമ്മളിവിടെ ഡോട്ട് സിറ്റിയിലകത്ത് നമ്മളിവിടെ ഇത്രയും സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് യുവർ സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ കാണാം, നമുക്കിവിടെ സിറ്റി എന്ന് പറയുന്നത് ഇപ്പം 3 div എലമെൻ്റ് ഉണ്ട്. 3 div എലമെൻറ്റിനും ക്ലാസ് കൊടുത്തിരിക്കുന്നത് സിറ്റിയാണ്. സോ ഈ സിറ്റി എവിടേക്കാണോ ക്ലാസ് നെയിം യൂസ് ചെയ്തത് അവിടെയൊക്കെ എല്ലാം സ്റ്റൈല് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതായത് ഈ ഡോട്ട് സിറ്റി എന്ന് പറയുന്ന ഇതൊരു സ്റ്റൈലാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. അപ്പോൾ ആ സിറ്റി എന്ന് പറയുന്ന ക്ലാസ് നെയിം നമ്മുടെ HTML-നകത്ത് നോക്കിയിട്ട് അവിടെ എവിടേക്കാണോ ആ ക്ലാസ് നെയിം യൂസ് ചെയ്തിട്ടുണ്ടോ അവിടെ സ്റ്റൈല് അപ്ലൈ ചെയ്യും. ഓക്കെ, സോ അതിന് വേണ്ടി നമ്മൾ div എലമെൻറ്റ് മാത്രമല്ല ഏത് എലമെൻറ്റിനെ എടുത്താലും നമ്മൾ ക്ലാസ് നെയിം ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ സിൻടാക്സ് ഫോർ ക്ലാസ് എന്ന് പറയുന്നത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ടു ക്രിയേറ്റ് എ ക്ലാസ് റൈറ്റ് എ പീരിയഡ് ഡോട്ട് ക്യാരക്ടർ ഫോളോഡ് ബൈ എ ക്ലാസ് നെയിം. ഓക്കെ, ഡോട്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്ലാസ് നെയിം നമ്മൾ CSS-നകത്ത് എഴുതുന്നത്, അല്ലെങ്കിൽ സ്റ്റൈൽ ഷീറ്റിനകത്ത് എഴുതുന്നത് നമ്മൾ അങ്ങനെ ആയിരിക്കും. ഓക്കെ, പിന്നെ മൾട്ടിപ്പിൾ ക്ലാസ്സസ് നമുക്ക് എഴുതാം. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ക്ലാസ് സിറ്റി എന്ന് പറയുന്നത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ക്ലാസ് നെയിം കൊടുക്കും. ഇപ്പോൾ മൾട്ടിപ്പിൾ ക്ലാസ് നെയിം എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലാസ് നെയിം കൊടുത്തതിന് ശേഷം നമ്മളൊരു സ്പേസ് ഇട്ടതിന് ശേഷം സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇത് മൾട്ടിപ്പിൾ ക്ലാസ് എന്ന് പറയും. ഓക്കെ, അവിടെ വേണമെങ്കിൽ നമുക്കൊരു ക്ലാസ് നെയിം, നമ്മുടെ ഇവിടുത്തെ ക്ലാസ് നെയിം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്ലാസ്, അത് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഫോണ്ട് സൈസ് ഇത്തിരി കൂടുതൽ കൊടുക്കും. ഫോണ്ട് സൈസ് 100 px. ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ്സിൽ മാത്രം, അതായത് സെക്കൻഡ് ക്ലാസ് എവിടെയാണോ യൂസ് ചെയ്തിരിക്കുന്നത് അവിടെ നമുക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യും. ബാക്കി ഈ 2 ഡിവിനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഈ ക്ലാസ് നെയിം ഇവിടെ കൊടുത്തിട്ടില്ല. സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് നെയിം ഞാൻ ഇവിടെ ഡിവ് കൊടുത്തില്ല, അതുകൊണ്ട് അവിടെ അപ്ലൈ ചെയ്തില്ല. അപ്പോൾ ഈ ഒരു ക്ലാസ് നെയിം എവിടെ ഉണ്ടോ അവിടെ സ്റ്റൈല് അപ്ലൈ ചെയ്യും. ഓക്കെ, സോ മൾട്ടിപ്പിൾ ക്ലാസ് ആയിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് നെയിം നമുക്ക് ഏത് എലമെൻസിലാണെങ്കിലും സെയിം ക്ലാസ് നെയിം തന്നെ വേറെ പലയിടത്തും പല എലമെൻസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ യൂസ് ഓഫ് ദ ക്ലാസ് ആട്രിബ്യൂട്ട് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഈ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്ക് ക്ലാസ് നെയിം വെച്ച് നമുക്ക് വാല്യൂ എടുക്കുന്നതും അതുപോലെ തന്നെ ഡൈനാമിക് ആയിട്ട് സ്റ്റൈൽ കൊടുക്കുന്നത്. അത് ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ പറഞ്ഞു. സോ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ക്ലാസ് നെയിം വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ എലമെൻറ്റ് എവിടേക്കാണോ ക്ലാസ് നെയിം ഉണ്ടോ അവിടെ നമ്മുടെ സ്റ്റൈല് അപ്ലൈ ചെയ്യും. ഓക്കെ, പിന്നെ അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ളൊരു ആട്രിബ്യൂട്ടാണ് ഐഡിയും ക്ലാസ്സും രണ്ടും കൂടെ. ക്ലാസ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യാനും, പക്ഷെ ID എന്ന് പറയുന്നത് ഒരു യുണീക്ക് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു കുറേ HTML എലമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 4 div എലമെന്റ്സ് ഉണ്ട്. ഈ 4 div എലമെന്റ്സിന് നമുക്ക് ഓരോ div എലമെന്റിന് നമുക്ക് ID പറഞ്ഞു കൊടുക്കാം. പക്ഷെ ID എന്ന് പറയുന്നത് യുണീക്ക് വാല്യൂ ആയിരിക്കും, ഒരിക്കലും സെയിം വാല്യൂ ആയിരിക്കരുത്. ഇപ്പോൾ യൂസിങ് ID ആട്രിബ്യൂട്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ specifies a unique ID for an HTML element. The value of the ID attribute must be unique within the HTML document. Okay, so ഒരു യുണീക്ക് വാല്യൂ ആയിരിക്കണം
ഒരിക്കലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി വാല്യൂ വരാൻ പാടില്ല. ഇപ്പം ഇതെങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു H1 എന്ന് പറഞ്ഞ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഐ ഡിയുടെ വാല്യൂ ആണ് മൈ ഹെഡർ. നമുക്കിവിടെ മൾട്ടിപ്പിൾ ഐ ഡി ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ഒറ്റ വാല്യൂ ആയിട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ ക്ലാസ് നെയിമിന് നമ്മൾ മൾട്ടിപ്പിൾ ക്ലാസ് കൊടുക്കുന്ന പോലെ ഐ ഡിക്ക് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഒരു യുണീക്ക് ഐ ഡി ആയിരിക്കണം. ഓക്കെ, ഇവിടെ നമ്മളൊരു മൈ ഹെഡർ എന്ന് പറഞ്ഞ ഐ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് സ്റ്റൈല് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ CSSനകത്ത് ഈ ഐ ഡിക്ക് നമ്മളൊരു സ്പെഷ്യൽ ഒരു സിൻടാക്സ് കൊടുക്കും, #. ഓക്കെ, നേരത്തെ ക്ലാസ് നെയിമിനാണെങ്കിൽ നമ്മൾ ഡോട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഡോട്ട് കഴിഞ്ഞിട്ട് ക്ലാസ് നെയിം. ഇവിടെ നമ്മൾ #. കഴിഞ്ഞിട്ടായിരിക്കും ഐ ഡിയുടെ വാല്യൂ. ഓക്കെ, ഇവിടെ മൈ ഹെഡർ ആണ് നമ്മുടെ ഐ ഡി. അപ്പോൾ നമ്മൾ സ്റ്റൈൽ കൊടുക്കുമ്പോൾ നമ്മൾ #. കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ എലമെന്റിന്റെ ഐ ഡി നമ്മളിവിടെ കൊടുക്കുന്നത്. ഒരിക്കലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ H1 ടാഗ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു എറർ അടിക്കേണ്ടതാണ്. ഇവിടെ നമുക്കൊരു ഇവിടെ ഒരു വാർണിംഗ് കാണിക്കും. ആക്ച്വലി നമ്മൾ കൺസോളിൽ ലോഗിനകത്ത് ഇവിടെ വാർണിംഗ് കാണിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഇൻബിൽഡ് എഡിറ്റർ ആയതുകൊണ്ട് കിട്ടത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ നോർമലി നമ്മുടെ ഐ ഡിയിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കൺസോളിനകത്ത് നമുക്ക് വാർണിംഗ് കാണിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ മൈ ഹെഡർ 2 കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഈ മൈ ഹെഡർ 2 എന്ന് പറയുന്നത് വേറൊരു H1 എലമെന്റ് ആണ്. അത് വേറൊരു ഐ ഡി ഉള്ള എലിമെന്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസ് ആൻഡ് ഐ ഡി എന്ന് പറയുന്നത് എ ക്ലാസ് നെയിം ക്യാൻ ബി യൂസ്ഡ് ബൈ മൾട്ടിപ്പിൾ HTML elements while an ID must only be used by one HTML element within this page. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് നെയിം നമുക്ക് പല എലമെന്റ്സിലും യൂസ് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ എലമെന്റ്സിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഐ ഡിയുടെ കേസിൽ നമുക്കൊരു യൂണീക്ക് ഐ ഡി, അതായത് ഒരു ഒറ്റ എലമെന്റിൽ മാത്രമേ നമുക്ക് ഐ ഡി കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ വേറെ മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ നമുക്ക് HTML ബുക്ക് മാർക്സ് വിത്ത് ഐ ഡി ആൻഡ് ലിങ്ക്സ്. പിന്നെ നമുക്ക് ഐ ഡി ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമുക്ക് ഒരു ബുക്ക് മാർക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ ചാപ്റ്റർ 2 ജംപ് ടു ചാപ്റ്റർ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ചാപ്റ്റർ 4 വന്ന് നിൽക്കും. അതായത് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാപ്റ്റർ 4ലേക്ക് വന്ന് നിൽക്കും. അതായത് ഈ #. ഇവിടെ നമുക്ക് ഓരോ ഐ ഡി ആണ്. കാരണം ഈ H2 എലമെന്റ് ഉണ്ടോ, നമുക്ക് ചാപ്റ്റർ 1 ചാപ്റ്റർ 2 എന്നൊക്കെ പറയുന്നത് ഓരോന്നിനും ഡിഫറെൻറ്റ് എലമെന്റ് ആണ്. അതുകൊണ്ട് ഈ എലമെന്റ്സിന് നമുക്ക് ഐ ഡി പാസ് ചെയ്ത് കൊടുക്കാം. ഐ ഡി നമുക്ക് ഏത് എലമെന്റ്സിനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ H2 എന്ന് പറയുന്നത് നമ്മൾ ഐ ഡി C4 ആണ് കൊടുത്തത്. സോ ജംപ് ടു ചാപ്റ്റർ 4 എന്ന് പറയുന്നത് ഇവിടെ hrefനകത്ത് നമ്മൾ #. യൂസ് ചെയ്യും. #. യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ആക്ച്വലി അത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഐ ഡി ആയിരിക്കും. ആ ഐ ഡി എന്ന് പറഞ്ഞാൽ C4 ആണ് നോക്കുന്നത്. ഇപ്പം ഞാനിവിടെ C5 ആണ് കൊടുത്തെങ്കിൽ ആക്ച്വലി ജംപ് ടു ചാപ്റ്റർ 4 ക്ലിക്ക് ചെയ്താലും ഒന്നും സംഭവിക്കുക. കാരണം C5 എന്ന് പറഞ്ഞ ഐ ഡി ഇവിടെ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ വരാത്തത്. സോ ഐ ഡി എപ്പോഴും നമ്മൾ യുണീക്ക് വാല്യൂ ആയിരിക്കും. ഓരോ എലമെന്റിനും നമ്മൾ ഓരോ ഐ ഡി ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, യൂസിങ് ദ ഐ ഡി ആട്രിബ്യൂട്ട് ഇൻ ജാവാസ്ക്രിപ്റ്റ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഐ ഡി വെച്ചിട്ട് പല എലമെന്റ്സിന്റെ കണ്ടന്റും അതുപോലെ തന്നെ എലമെന്റിന്റെ എന്താ പറയുക റെഫറൻസ് ഒക്കെ എല്ലാം നമ്മൾ ഐ ഡി വെച്ച് എടുക്കാൻ നോക്കും ജാവാസ്ക്രിപ്റ്റിൽ. അത് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയലിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഐഫ്രെയിംസ് ആണ്. ഐഫ്രെയിം എന്ന് പറയുന്നത് ഒരു എലമെന്റ്, ഐഫ്രെയിം എന്ന് പറയുന്ന ഒരു എലമെന്റ് ആയിരിക്കും. ആ എലമെന്റിനകത്ത് നമ്മൾ എന്ത് ലിങ്ക് ആണോ കൊടുക്കുന്നത്, അതായത് നമ്മളൊരു URL പാസ് ചെയ്ത് കൊടുക്കും. ആ URL പിന്നെ എന്ത് ചെയ്യും, ആ ഐഫ്രെയിമിനകത്ത് ലോഡ് ചെയ്യും. അതായത് ആ ഒരു എലമെന്റിനകത്ത് ലോഡ് ചെയ്യും. ഇത് ആക്ച്വലി ഒരു ഐഫ്രെയിം ആണ് ലോഡ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിന്റെ സിൻടാക്സ് ഐഫ്രെയിം എന്നാണ് ഇതിന്റെ സിൻടാക്സ്. അതിൽ നമ്മുടെ SRC സോഴ്സ് എന്ന് പറയുന്ന URL നമ്മൾ URL പറഞ്ഞു കൊടുക്കുക. ടൈറ്റിൽ എന്ന് പറയുന്ന ഡിസ്ക്രിപ്ഷൻ. ഇപ്പം നമ്മളിവിടെ ട്രൈറ്റ് യുവർ സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ demo_iframe.htm, അതായത് ഇതിനകത്തൊരു ഡിഫൈൻ ചെയ്തുള്ളൊരു, അതായത് ഈ വെബ്സൈറ്റിനകത്ത് ഒരു HTML പേജ് ഉണ്ട്. ആ HTML പേജിന് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ ഇവിടെ ഈ ഐഫ്രെയിമിനകത്ത് ലോഡ് ചെയ്ത് കാണിക്കും. ഓക്കെ, നമുക്കിവിടെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഹൈറ്റും വിഡ്ത്തും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ടൈറ്റിൽ നമുക്ക് ഐഫ്രെയിം എക്സാമ്പിൾ എന്ന് പറഞ്ഞ് കൊടുക്കാം. ടൈറ്റിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ
ഓക്കെ, ഇവിടെ ഐ ഫ്രെയിം ടാർഗറ്റ് ഫോർ എ ലിങ്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ദിസ് പേജ് ഇസ് ഡിസ്പ്ലേഡ് ഇൻ ആൻ ഐ ഫ്രെയിം. ഇവിടെ പാരഗ്രാഫ് എന്ന് പറയുന്നത് 3 സ്കൂൾസ് എന്ന് പറഞ്ഞാണ്. ഞാനിതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ടാർഗറ്റ് എന്ന് പറയുന്നത് ഐ ഫ്രെയിം _A എന്ന് പറയുന്നത് ഒരു നെയിമിലേക്കായിരിക്കും അത് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ href URL നമുക്ക് ഈ ഐ ഫ്രെയിമിനകത്ത് ലോഡ് ചെയ്ത് കാണിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മളിവിടെ ഐ ഫ്രെയിമിന് യൂസ് ചെയ്യുന്നത്. ഐ ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ചില കേസുകളിൽ മാത്രം. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് നമുക്ക് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് മൊത്തം HTML കണ്ടന്റ് നമുക്ക് ഐ ഫ്രെയിമിനകത്ത് ലോഡ് ചെയ്ത് വെക്കാം. അതായത് വേറൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വേറൊരു പേജിന്റെ HTML കണ്ടന്റ് നമുക്ക് ഐ ഫ്രെയിമിനകത്ത് ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് HTML ജാവാസ്ക്രിപ്റ്റ് ആണ്. അത് ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ വരുമ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് ഫയൽ പാത്ത്സ് ആണ്. ഫയൽ പാത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇപ്പോൾ IMG ടാഗിനകത്ത് നമ്മൾ SRC എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അത് ചിലപ്പോൾ URL ആവാം, അല്ലെങ്കിൽ നമുക്ക് ഫയൽ പാത്ത് ആയിരിക്കും. അതായത് ഇപ്പോൾ ഇമേജ് എലമെന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണ്ടത് നമുക്കൊരു ഇമേജ് ആണ്. അപ്പോൾ ആ ഇമേജിന്റെ പാത്തോ അല്ലെങ്കിൽ ഇമേജിന്റെ URL വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ സോഴ്സ് ഫയലിൽ ഫയൽ പാത്ത് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. Describes the location of a file in a website's folder structure. File paths are used when linking to external files like web pages, images, style sheets, JavaScripts. ഓക്കെ, സോ ഇത്രയും 4 സാധനങ്ങളായിരിക്കും നമ്മൾ ഫയൽ പാത്തിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, വെബ് പേജ് ആവാം, ഇമേജ് ആവാം, സ്റ്റൈൽ ഷീറ്റ്സ്, ജാവാസ്ക്രിപ്റ്റ്സ്, ഈ 4 സാധനങ്ങളായിരിക്കും ഫയൽ പാത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിന് SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ കൊടുക്കുന്നത്. അബ്സല്യൂട്ട് ഫയൽ പാത്തും റിലേറ്റീവ് ഫയൽ പാത്തും എല്ലാം നമ്മൾ ഇമേജ് ടാഗിൽ നമ്മൾ നോക്കിയായിരുന്നു. അബ്സല്യൂട്ട് ഫയൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് URL ആയിരിക്കും. പക്ഷെ റിലേറ്റീവ് ഫയൽ പാത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ആ സൊല്യൂഷനകത്ത് ഇരിക്കുന്ന ഫയൽസ് ഏത് പാത്തിലാണോ ഇരിക്കുന്നത് ആ പാത്ത് മാത്രം ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതാണ് റിലേറ്റീവ് ഫയൽ പാത്തും അബ്സല്യൂട്ട് ഫയൽ പാത്തിന്റെ ഡിഫറൻസ്. പിന്നെ ഉള്ളത് HTML ഹെഡ് ആണ്. ഹെഡ് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. ഹെഡ് എലമെന്റിനകത്ത് വരുന്ന ടൈറ്റില്, സ്റ്റൈല്, മെറ്റ, ലിങ്ക്, സ്ക്രിപ്റ്റ്, ഇത്രയും സാധനങ്ങളായിരിക്കും ഹെഡിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ HTML ലേഔട്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടൊരു ലേഔട്ട് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾക്ക് ഇവിടെ ഹെഡർ എന്ന് പറയുന്നത് ഒരു വെബ് പേജിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെഡർ കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നാവിഗേഷൻ ബാർ കാണും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സെക്ഷൻ, ആർട്ടിക്കിൾ, പിന്നെ ഏറ്റവും താഴെ ഫൂട്ടർ എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. പിന്നെ അസൈഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സൈഡ് ബാർ. ഇപ്പം നമുക്ക് ഇവിടെ ഇത് കണ്ടില്ലേ, ഇത്രയും ഒരു സാധനം, ഇത് ആക്ച്വലി ഒരു സൈഡ് ബാർ ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു സെക്ഷനാണ്. ഇതെന്ന് പറയുന്നത് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നാവ് ബാർ ആണ്. സോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ HTML ലേഔട്ട്. ഒരു ഡീഫോൾട്ട് ലേഔട്ട് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതിന്റെ ലേഔട്ട് ഈ മാത്രം യൂസ് ചെയ്താൽ പോരാ, ഇതിന്റെ CSS സ്റ്റൈലും കൂടെ അപ്ലൈ ചെയ്താൽ. സോ CSS സ്റ്റൈൽ എന്ന് പറയുമ്പോൾ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. അതായത് ഒരു യൂസർ അല്ലെങ്കിൽ ഒരു ക്ലയന്റ് കാണുമ്പോൾ നല്ല രീതിയിൽ ഇരിക്കണം. അതാണ് നമ്മുടെ വെബ് പേജ് ഇരിക്കുന്ന എങ്ങനെയാണെന്ന്. HTML കണ്ടന്റ് മാത്രം പോരാ, അതിന് പുറമെ നമുക്ക് സ്റ്റൈലും അപ്ലൈ ചെയ്യണം. പിന്നെ അതിന്റെ ഫങ്ഷണാലിറ്റീസ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ jQueryയിലായിരിക്കും യൂസ് ചെയ്യുന്നത്. HTML ലേഔട്ട് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. പിന്നെ ഉള്ളത് HTML റെസ്പോൺസീവ് വെബ് ഡിസൈൻ. റെസ്പോൺസീവ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ കാണുന്നത്. ഇതിനല്ലാതെ നമ്മൾ മൊബൈലിൽ വ്യൂ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈന് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇത് ആക്ച്വലി ഒരു ടാബോ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ആയിരിക്കും. മൊബൈലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഫോർമാറ്റിൽ ഇരിക്കുന്നത്. കാരണം റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ മിക്കവരും ഈ വെബ്സൈറ്റ് നോക്കുന്നത് ചിലപ്പോൾ മൊബൈലിലായിരിക്കാം, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലായിരിക്കാം, ടാബ് ആയിരിക്കാം. സോ അതുകൊണ്ട് നമ്മൾ റെസ്പോൺസീവ് ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെറ്റിംഗ് ദ വ്യൂ പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ മെറ്റാ ടാഗ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. വ്യൂ പോർട്ട് വിത്ത് ഇസിക്കൽ ടു ഡിവൈസ് വിത്ത് ഇനിഷ്യൽ സ്കെയിൽ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വ്യൂ ചെയ്യാനുള്ള പോർട്ട് നമുക്കിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ മെറ്റാ ടാഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഹെഡ് എലമെന്റിനകത്ത് വരുന്നൊരു സാധനമാണ്.
ഓക്കെ, ഇപ്പോൾ ട്രൈ ഇറ്റ് യുവർ സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും. ഓക്കെ, ഇവിടെയാണ് നമ്മളെ മെറ്റ ടാഗ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ റെസ്പോൺസീവ് ഇമേജസ് എന്ന് പറയുന്നത് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ് പേജ് നമുക്ക് ഡെസ്ക്ടോപ്പിൽ റെസ്പോൺസീവ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ F12 ക്ലിക്ക് ചെയ്യാം. F12 ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഐക്കൺ കാണാം. ഇവിടെ ഞാൻ ഫയർഫോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫയർഫോക്സിലാണെങ്കിൽ ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ക്രോം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഐക്കൺ കാണും, അതായത് മൊബൈലും ടാബും കൂടെ ചേർന്നുള്ള ഐക്കൺ കാണും. അപ്പോൾ ഇവിടെ ഞാൻ ഹോവർ ചെയ്ത് നോക്കിയാൽ റെസ്പോൺസീവ് ഡിസൈൻ മോഡാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ റെസ്പോൺസീവ് ടൈപ്പ് ആയിട്ടായിരിക്കും കാണുന്നത്. അതായത് മൊബൈലിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് എനിക്കിവിടെ കാണുന്നത്. ഇതിപ്പോൾ വെർട്ടിക്കൽ വ്യൂ ആണ്. ഇപ്പം നമ്മൾ ഹൊറിസോണ്ടൽ വ്യൂ ആണെങ്കിൽ ഇങ്ങനെ കാണാം, വെർട്ടിക്കൽ വ്യൂ ആണെങ്കിൽ ഇങ്ങനെ കാണും. പിന്നെ റെസ്പോൺസീവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പുള്ള ഡിവൈസുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഐഫോൺ, ഐപാഡ്, ഗാലക്സി. ഇപ്പോൾ ഐഫോണിനാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ 13 Pro Max എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എൻ്റെ വ്യൂ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗാലക്സി S20+ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ മൊബൈലിലെ ഡിവൈസ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ റെസ്പോൺസീവ് ഡിസൈൻ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു വെബ് പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസീവ് കൂടെ നോക്കും. അപ്പോൾ നമ്മൾ കൂടുതലും റെസ്പോൺസീവ് യൂസ് ചെയ്യുന്നത് ഈ ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നൊരു ബൂട്ട് സ്ട്രാപ്പ് സ്റ്റൈലാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് റെസ്പോൺസീവായിട്ട്, റെസ്പോൺസീവ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, പിന്നെ ഉള്ളത് കമ്പ്യൂട്ടർ കോഡാണ്. കോഡ് നമ്മൾ ആക്ച്വലി കോഡ് എന്ന് പറഞ്ഞ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് കോഡാണെങ്കിൽ നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ആക്ച്വലി പ്രോഗ്രാമിംഗ് കോഡിലേക്ക് മാറും. ഇപ്പം ഞാനിവിടെ ലേബലാണ് കൊടുക്കുന്നത്. ഇത് ആക്ച്വലി ടെക്സ്റ്റ് അല്ലേ, ഞാനിവിടെ ലേബലായിട്ടാണ് കൊടുക്കുന്നെങ്കിൽ ഇവിടെ കണ്ട ഫോണ്ട് മാറിയതല്ലോ. ഇവിടെ ഞാൻ കോഡാണ് ഇട്ടെങ്കിൽ കോഡിൻ്റെ രീതിയിലായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതും നമ്മൾ റെയർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു കോഡിങ് ലോജിക് വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു പീസ് ഓഫ് കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഡ് എലമെൻറ്റിനകത്ത് ഇട്ടങ്ങ് ചെയ്യാം. ഓക്കെ, പിന്നെയുള്ള സെമാൻറ്റിക്സ് ഇതിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഒരു സെക്ഷൻ എന്ന് പറയുന്നുണ്ട്. സെക്ഷൻ എലമെൻ്റ് ആയിരിക്കും നമ്മളിവിടെ കൂടുതലും ഈ റൈറ്റ് സൈഡ് കണ്ടന്റ് ഇവിടെ കാണിക്കുന്നത് സെക്ഷൻ എലമെൻ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ആർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, സോ ഇത് ഓരോ എലമെൻറ്റ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാന്നുള്ളൂ. പിന്നെ സ്റ്റൈൽ ഗൈഡും ഇവിടെ എല്ലാം അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ HTML ബേസിക്സ് സെക്ഷൻസ് ഇതൊക്കെയാണ്. ഇത്രയാണ് നമ്മുടെ ബേസിക് കാര്യങ്ങൾ. അതറിഞ്ഞാൽ ഇനി അടുത്ത നമുക്ക് HTML ഫോംസ് നമുക്കുണ്ട്, പിന്നെ മീഡിയ HTML എക്സാമ്പിൾസ് ഉണ്ട്. HTML ഫോംസ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത ജാവാസ്ക്രിപ്റ്റിൽ നോക്കാം. ഓക്കെ.